തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് കാണാതായി ചില സാധനങ്ങളെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ. ഈ പറഞ്ഞ ഉപകരണം ആശുപത്രിയിൽ തന്നെ ഉണ്ടെന്ന് ഇതാ കണ്ടെത്തിയിട്ടുണ്ട്. പ്രിൻസിപ്പൽ നടത്തിയ പരിശോധനയിലാണ് ഉപകരണം ഓപ്പറേഷൻ തിയേറ്ററിൽ തന്നെ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചത്. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഉപകരണം കാണാനില്ല എന്ന് പരാമർശിച്ചിരുന്നത്. വിശദവിവരങ്ങളുമായി അമൽ തേൻപറമ്പിൽ ചേരുന്നു. അമൽ, ഗുഡ് മോർണിംഗ്. വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവമാണ്. ഈ ആരോഗ്യ മേഖലയിൽ തന്നെ പിടിച്ചുകുലുക്കിയ ഒരു സംഭവമാണ് ഡോക്ടർ ഹാരിസ് വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ. അതിനുശേഷം പിന്നീട് ആരോഗ്യമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞതിൽ ഏറ്റവും ആദ്യത്തെ വാചകം ഇതാണ്: അവിടെ ചില ഉപകരണങ്ങൾ കാണാനില്ല എന്നത് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് എന്ന്. വളരെ വിശദമായി തന്നെ, പക്ഷെ വൈകാരികമായി ഡോക്ടർ ഹാരിസ് അതിന് മറുപടി നൽകി. അത് കാണാതായതല്ല, അത് അവിടെ തന്നെ ഉണ്ട്, പക്ഷെ അത് മാറ്റിവെച്ചിരിക്കുകയാണ്, വേണ്ടത്ര പരിശീലനം ലഭിക്കാത്തത് കൊണ്ട് ഉപയോഗിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. ഇപ്പോഴിതാ വീണ്ടും എന്തോ ഒരു വലിയ സംഭവം കണ്ടെത്തിയതുപോലെ വീണ്ടും കണ്ടെത്തിയെന്ന അറിയിപ്പാണ് ലഭ്യമാകുന്നത്. എന്താണ് വിശദ വിവരങ്ങൾ അമൽ? ഹാരിസ് ചിറക്കൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി, ആ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു അന്വേഷണ സമിതി വന്നു. 4 അംഗ അന്വേഷണ സമിതിയാണ് ഉണ്ടായിരുന്നത്. കോട്ടയം, അതോടൊപ്പം തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജുകളിലെ വിദഗ്ധരായ 4 ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നു. ആ അന്വേഷണ റിപ്പോർട്ടിലാണ് ചില ഉപകരണങ്ങൾ കാണാനില്ല എന്നുള്ള വിവരം പുറത്തു വരുന്നത്. ആ വിവരം പുറത്തു വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് യൂറോളജി വിഭാഗത്തിൻ്റെ മേധാവിക്ക് ഉത്തരവാദിത്തമുള്ള ഒരു വിഷയമാണിത്. കാരണം ആ മേധാവി അറിയാതെ അവിടെ നിന്നും എന്തെങ്കിലും ഉപകരണം കാണാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ പ്രശ്നം തന്നെയാണ്. അതിനാൽ ഈ ഉപകരണം കാണാനില്ല എന്നുള്ള വിഷയം പ്രത്യേകം അന്വേഷിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. മോത്തി നേരത്തെ പറഞ്ഞതുപോലെ മന്ത്രി അത് കാണാതെ പോയി എന്ന വാക്കാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അത് മോഷണം പോയി എന്നുള്ള വാക്കാണ് മന്ത്രി അന്ന് ഉപയോഗിച്ചിരുന്നത്. ആ 2 വാക്കുകൾ തമ്മിൽ വലിയ അന്തരമുണ്ട്. അതിനാൽ അന്ന് ഹാരിസിനെ പ്രതിക്കൂട്ടിൽ നിർത്താനുള്ളൊരു നീക്കമാണോ നടന്നത് എന്നുള്ള തരത്തിൽ ചില ചർച്ചകളും മറ്റും ഉണ്ടായിരുന്നു. ഇപ്പോഴെന്തായാലും ആ ഉപകരണം പ്രിൻസിപ്പലിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് ടിഷ്യൂ മോസിലേറ്റർ എന്ന് പറയുന്ന ഉപകരണമാണ് അവിടെ ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ മറ്റൊരു ഉപകരണത്തിൻ്റെ കാര്യം കൂടി പറയുന്നുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള സാങ്കേതികമായ വ്യത്യാസം എന്താണ് എന്നുള്ള കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. ഇനിയിപ്പോൾ ഒരു മോസിലേറ്റർ എന്ന് പറയുന്ന ഓസിലോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണം കൂടി ശശി തരൂർ എംപിയുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിയ ഉപകരണവും കാണാനില്ല എന്ന് പറഞ്ഞിരുന്നു. അത് സംബന്ധിച്ച കാര്യത്തിൽ ഇനിയും വ്യക്തത വരാനുണ്ട്. എന്തായാലും പറഞ്ഞ ഒരു ഉപകരണം ഇപ്പോൾ എന്തായാലും അവിടെ ഉണ്ട്, ഈ പറയുന്ന യൂറോളജി വിഭാഗത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് സ്ഥിരീകരണം. ഹാരിസ് ചിറക്കലിനെ കൊടുക്കാൻ വേണ്ടി ഹാരിസ് ചിറക്കൽ ആരോഗ്യവകുപ്പിനെ പ്രതിക്കൂട്ടിൽ നിർത്തി ഒരു ആരോപണം ഉന്നയിക്കുന്നു. അവിടെ വലിയ പ്രശ്നങ്ങളുണ്ട്. ശസ്ത്രക്രിയ പോലും മുടങ്ങേണ്ട സാഹചര്യമാണുള്ളത്. രോഗികളിൽ നിന്നും പണം പിരിച്ച് ഉപകരണം വാങ്ങേണ്ട ഗതികേട് ആശുപത്രിയിലുണ്ട്, മെഡിക്കൽ കോളേജിലുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു വെക്കുമ്പോൾ അത് അന്വേഷിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്ക് അവിടെ ചില ഉപകരണങ്ങൾ കാണാനില്ല എന്നുള്ള കാര്യം കൂടി പരാമർശിച്ചുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്തം ഹാരിസിന് മേലെ ഏൽപ്പിക്കാനുള്ള ചില നീക്കങ്ങൾ സാങ്കേതികമായ ചില നടപടിക്രമങ്ങൾ മാത്രമാണ് ഇത് എന്ന് വളരെ ലാഘവത്തിൽ പറഞ്ഞു വെക്കുമ്പോഴും മോഷ്ടിക്കപ്പെട്ടു എന്ന തരത്തിലാണ് പ്രതികരിക്കാൻ ഏറ്റവും ആദ്യം ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് തോന്നിയത് എന്നതാണ്. അത് വലിയ വിമർശനങ്ങൾക്കും വഴിവെച്ചു. ഇനി ഇതിലൊക്കെ എന്ത് വിശദീകരണമാണ് ആരോഗ്യവകുപ്പ് ഇനി നൽകാൻ പോകുന്നത് എന്ന് കണ്ടെത്തണം. ഇനി അവിടെ തന്നെ ഉണ്ടായിരുന്ന ഈ സാധനം കാണാണ്ടായി എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുക്കാൻ തോന്നിയ ചേതോ വികാരത്തെ പറ്റിയും ഒക്കെ അറിയണം.